വെൽക്കം ടു ദ മലയാളം ഓഡിയോ ബുക്ക് ചാനൽ ദ ത്രില്ലിംഗ് വോയിസസ്. അർദ്ധരാത്രിയിൽ ഇരുട്ടിനെ ഭയന്നുറങ്ങുന്ന ലോകത്തെ ഭീതിയോടെ ഉണർത്തുന്ന ഒരു പേര്, രക്തം കുടിക്കുന്ന ഭീകരതയുടെ രാജാവ്. അതെ, അവൻ ഡ്രാക്കുള. പിറ്റേന്ന് പ്രഭാതമായി. കഴിഞ്ഞ 24 മണിക്കൂറും ഞാൻ വിശ്രമത്തിലായിരുന്നു. വൈകുന്നതുവരെ കിടന്നുറങ്ങി. ഞാൻ താനെ ഉണർന്ന് വസ്ത്രം ധരിച്ച് തലേന്ന് അത്താഴം കഴിച്ച മുറിയിൽ ചെന്നപ്പോൾ മേശപ്പുറത്തതാ പ്രാതലിനുള്ള വിഭവങ്ങൾ. എല്ലാം തണുത്തുറഞ്ഞു പോയി. കാപ്പിപ്പാത്രം അടുപ്പിലിരുന്നതുകൊണ്ട് അതിന്റെ ചൂടാറിയിട്ടില്ല. മേശപ്പുറത്തൊരു കാർഡിൽ ഇപ്രകാരം എഴുതിയിരുന്നു: എനിക്ക് വേണ്ടി കാത്തിരിക്കേണ്ട, ഞാൻ വരാൻ വൈകും എന്ന് ഡി. അതുകൊണ്ട് ഞാൻ സാവധാനം സുഭിക്ഷമായി ആഹാരം ആസ്വദിച്ചു കഴിച്ചു. എന്നിട്ട് പാത്രങ്ങൾ എടുത്തുകൊണ്ടു പോകാൻ ഭൃത്യനെ വിളിക്കാനുള്ള ആ മണി എവിടെയെന്ന് ഞാൻ അന്വേഷിച്ചു. അവിടെ എങ്ങും കണ്ടില്ല. എങ്ങും പ്രതാപത്തിന്റെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലും അത്യാവശ്യമുള്ള ചില സംഗതികളുടെ അഭാവം എനിക്ക് ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ വയ്യ. സ്വർണ്ണ നിർമ്മിതവും മനോഹരമായ പാത്രങ്ങൾ, അതും വളരെ വില പിടിച്ചവ. കർട്ടനുകളും മേശവിരിയും മറ്റും നൂറ്റാണ്ടുകൾ പഴക്കമുള്ളവയാണെങ്കിലും ഇപ്പോഴും ആ പുതുമ നഷ്ടപ്പെട്ടിട്ടില്ല. അക്കാലത്ത് തന്നെ എത്രയോ വിലയേറിയവയായിരുന്നു എന്നതിൽ സംശയമില്ല. ഇതുപോലെ ചില അലങ്കാര വസ്തുക്കൾ ഹാംപ്ടൺ കൊട്ടാരത്തിൽ ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട്. പക്ഷേ അവ കാലപ്പഴക്കം കൊണ്ടും പ്രാണികളുടെ ആക്രമണം കാരണവും അവ ദ്രവിച്ചു തുടങ്ങിയിരുന്നു. ഈ മാളികയിലെ ഒരു മുറിയിലും ഒരു കണ്ണാടി പോലുമില്ല. ഞാൻ ഷേവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കൊച്ചു കണ്ണാടി എന്റെ പെട്ടിയിൽ ഉണ്ടായിരുന്നതുകൊണ്ട് തല ചീകാനും മറ്റും സാധിച്ചു. ഇവിടെ ഒരു ഭൃത്യനെ ഞാൻ കണ്ടിട്ടില്ല. ചെന്നായ്ക്കളുടെ മോങ്ങലല്ലാതെ മറ്റൊരു ശബ്ദവും കേൾക്കാനുമില്ല. ഞാൻ ഭക്ഷണം കഴിഞ്ഞു. വൈകുന്നേരം 5-നും 6-നും ഇടയ്ക്കുള്ള ആഹാരത്തെ പ്രാതലെന്ന് എങ്ങനെ വിളിക്കും? വായിക്കാൻ വല്ലതുമുണ്ടോ എന്ന് ഞാൻ ആരാഞ്ഞു. പ്രഭുവിന്റെ അനുമതി നേടിയതിനു ശേഷം പുറത്തിറങ്ങി നടന്നാൽ മതിയെന്ന് വെച്ചു. ആ മുറിയിൽ പുസ്തകങ്ങളോ വർത്തമാന പത്രങ്ങളോ എഴുത്ത് സാമഗ്രികളോ ഒന്നുമില്ലായിരുന്നു. വേറൊരു വാതിൽ തുറന്നപ്പോൾ അതൊരു തരം വായനാമുറിയാണെന്ന് കണ്ടു. അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു വാതിൽ അകത്തുനിന്നും പൂട്ടിയിരുന്നു. വായനമുറിയിൽ ഷെൽഫുകൾ നിറയെ ഇംഗ്ലീഷ് പുസ്തകങ്ങളും ബൈൻഡ് ചെയ്ത പത്രമാസികകളും ഉണ്ടായിരുന്നു. എനിക്ക് സന്തോഷമായി. മധ്യഭാഗത്തുള്ള മേശപ്പുറത്ത് കുറേ പത്രമാസികകൾ ചിതറിക്കിടപ്പുണ്ട്. പക്ഷെ ഒന്നും അടുത്ത കാലത്തുള്ളവയല്ല. പുസ്തകങ്ങളിൽ ചരിത്രം, ഭൂമിശാസ്ത്രം, രാഷ്ട്രീയം, സാമ്പത്തികം, ഭൂവിജ്ഞാനീയം, സസ്യശാസ്ത്രം, നിയമം എല്ലാമുണ്ട്. ഇംഗ്ലണ്ടിനെയും ഇംഗ്ലീഷ് ജീവിത രീതിയെയും ആചാരക്രമങ്ങളെയും സംബന്ധിക്കുന്നവയാണെന്ന് മാത്രം. ലണ്ടൻ ഡയറക്ടറി, ആർമി നേവലിസ്റ്റ്, കോടതി വിധി തീർപ്പുകൾ തുടങ്ങിയ റഫറൻസ് ഗ്രന്ഥങ്ങൾ പോലും അതിലുണ്ടായിരുന്നു. ഞാൻ പുസ്തകങ്ങൾ നോക്കിക്കൊണ്ട് നിൽക്കെ വാതിൽ തുറന്നു. പ്രഭു അകത്തേക്ക് വന്നു. സന്തോഷത്തോടെ അഭിവാദ്യം ചെയ്തിട്ട് ഉറക്കം സുഖമായിരുന്നോ എന്ന് അന്വേഷിച്ചു. ഇങ്ങോട്ട് വന്നത് നന്നായി. പുസ്തകങ്ങളിൽ മേൽ കൈവച്ച് പ്രഭു പറഞ്ഞു: എന്റെ ഉത്തമ സ്നേഹിതരാണിവർ. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇംഗ്ലണ്ടിലേക്ക് പോകണമെന്നുള്ള ആശയം എന്റെ മനസ്സിലുണ്ടായിരുന്നു. അന്നു മുതൽ എത്ര സമയം ഇവരോടൊപ്പം ഞാൻ ചെലവഴിച്ചെന്നോ. ഇവരുടെ സഹായത്താൽ നിങ്ങളുടെ മഹത്തായ ഇംഗ്ലണ്ടിനെ പറ്റി ഞാൻ മനസ്സിലാക്കി. അങ്ങനെ ഞാൻ ഇംഗ്ലണ്ടിനെ സ്നേഹിക്കാൻ തുടങ്ങി. വിഖ്യാതമായ ആ ലണ്ടൻ നഗരത്തിലൂടെ നടക്കുവാനും ആ മനുഷ്യ മഹാസമുദ്രത്തിൽ ഒരു കണികയായി ലയിച്ചു ചേരാനും അവിടുത്തെ ജീവിതത്തിലും മരണത്തിലും പങ്കാളിയാകുവാനും ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു. പക്ഷെ സ്നേഹിത, നിങ്ങളുടെ ഭാഷയെക്കുറിച്ച് പുസ്തകം വായിച്ചുള്ള അറിവേ എനിക്കുള്ളൂ. സംഭാഷണം ശീലിക്കാൻ നിങ്ങൾ എന്നെ സഹായിക്കുകയില്ലേ? താങ്കൾ ഭംഗിയായി ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ടല്ലോ, ഞാൻ പറഞ്ഞു. അദ്ദേഹം തലകുനിച്ചു. നന്ദി സുഹൃത്തെ, പ്രശംസയ്ക്ക് നന്ദി. എന്റെ പരിമിതിയെപ്പറ്റി എനിക്ക് നല്ല ബോധ്യമുണ്ട്. എനിക്ക് വാക്കുകൾ അറിയാം, വ്യാകരണവും നിശ്ചയമുണ്ട്. പക്ഷെ സംസാരിക്കാൻ വശമില്ല തന്നെ. സത്യമായും അങ്ങ് ഭംഗിയായി സംസാരിക്കുന്നു. അത് പോരാ. ഞാൻ നിങ്ങളുടെ ലണ്ടനിൽ വന്നാൽ എന്റെ സംഭാഷണം കേൾക്കുമ്പോൾ ഞാനൊരു വിദേശിയാണെന്നേ അവിടെ ഉള്ളവർ കരുതൂ. ഇവിടെ ഞാനൊരു പ്രഭുവാണ്, ഉന്നത സ്ഥാനീയനാണ്. സാധാരണക്കാർക്ക് വരെയും എന്നെ അറിയാം. പക്ഷേ ഒരന്യനാട്ടിൽ ഞാൻ ഒരു അപരിചിതനാണ്, ഒരു വിദേശി. അവിടെ ആരുമല്ല നോർക്കണം. അറിയപ്പെടാത്തയാളെ ആര് വകവയ്ക്കുന്നു? മറ്റുള്ളവർക്കൊപ്പം എന്നെ കരുതിയാൽ മതി. ഞാൻ സംതൃപ്തനാണ്. എന്റെ സംഭാഷണം കേട്ട് ഹാ ഇതാ ഒരു വിദേശി എന്ന് മറ്റുള്ളവർ കളിയാക്കി പറയാൻ പാടില്ല. എന്റെ സുഹൃത്ത് പീറ്റർ ഹോക്കിൻസിന്റെ പ്രതിനിധി മാത്രമല്ല നിങ്ങൾ. കുറച്ചുനാൾ നിങ്ങൾ ഇവിടെ എന്നോടൊപ്പം താമസിക്കണം. നമ്മൾ ഇരുവരുടെയും സംഭാഷണത്തിലൂടെ ഇംഗ്ലീഷിന്റെ ഉച്ചാരണം എനിക്ക് വശമാക്കാൻ കഴിയും. ഞാൻ പറയുന്നതിൽ തെറ്റുണ്ടായാൽ എത്ര ചെറിയ തെറ്റായാലും വേണ്ടില്ല, ചൂണ്ടിക്കാണിക്കാൻ മടിക്കരുത്. ഇന്ന് പകൽ വരാൻ വൈകിയതിൽ എന്നോട് ക്ഷമിക്കണം കേട്ടോ. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ചെയ്യേണ്ടിയിരുന്നു.
അതുകൊണ്ട് എനിക്ക് മാപ്പ് തരുമല്ലോ? ഉചിതമായ രീതിയിൽ മറുപടി പറഞ്ഞിട്ട് ആ മുറി എനിക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാനുള്ള അനുവാദം ഞാൻ ചോദിച്ചു. ഇഷ്ടം പോലെ ഉപയോഗിച്ചോളൂ, പ്രഭു പറഞ്ഞു. ഈ മാളികയിൽ എവിടെ പോകാനും നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ പൂട്ടിയ വാതിലുകൾ മാത്രം തുറക്കാൻ പാടില്ല. ഓരോന്നിനും അതാതിന്റെ കാരണങ്ങളുണ്ട്. എന്റെ വീക്ഷണകോണിലൂടെ കാണാൻ ശ്രമിച്ചാൽ നിങ്ങൾക്കും അത് ബോധ്യമാകും. ഞാൻ ആ അഭിപ്രായത്തോട് യോജിച്ചു. പ്രഭു വീണ്ടും പറഞ്ഞു, ഇത് ട്രാൻസിൽവേനിയയാണ്, ഇംഗ്ലണ്ട് അല്ല. ഞങ്ങളുടെ രീതികൾ നിങ്ങളുടേതിൽ നിന്നും വളരെ വ്യത്യസ്തങ്ങളാണ്. ഇവിടെയുള്ള പലതും നിങ്ങൾക്ക് വളരെ വിചിത്രങ്ങളായി തോന്നാം. പറഞ്ഞു കേട്ടിടത്തോളം ഇതുവരെ ഉണ്ടായ അനുഭവങ്ങൾ അത്തരത്തിലുള്ളവയാണല്ലോ. ഈ വിഷയത്തെക്കുറിച്ച് ഞങ്ങൾ വളരെ നേരം സംസാരിച്ചു. സംഭാഷണത്തിന് വേണ്ടി സംസാരിക്കുക, അത് മാത്രമായിരുന്നു പ്രഭുവിന്റെ ഉദ്ദേശമെന്ന് എനിക്ക് വ്യക്തമായി. എന്റെ ശ്രദ്ധയിൽപ്പെട്ടതോ ഞാൻ അനുഭവിച്ചതോ ആയ വിചിത്ര കാര്യങ്ങളെപ്പറ്റി ഞാൻ ചോദിച്ചു. ചിലപ്പോഴദ്ദേഹം ഉത്തരം പറയാതെ ഒഴിഞ്ഞുമാറി. ചിലതൊക്കെ മനസ്സിലായില്ലെന്ന് നടിച്ചു. എങ്കിലും നിരുദ്രപകാരികളായ ചോദ്യങ്ങൾക്കെല്ലാം വളരെ വിശദമായി മറുപടി പറയുകയും ചെയ്തു. കുറെ നേരം കഴിഞ്ഞ് എനിക്ക് കൂടുതൽ ധൈര്യം കൈവന്നപ്പോൾ തലേന്ന് രാത്രിയിൽ ഉണ്ടായ ചില സംഭവങ്ങളുടെ വിശദീകരണം ഞാൻ ചോദിച്ചു. വരുന്ന വഴിയിൽ നീല വെളിച്ചം കണ്ട സ്ഥലത്തേക്ക് ആ വണ്ടിക്കാരൻ പോയതെന്തിനാണെന്ന് ഞാൻ ചോദിച്ചു. അവിടെ ഭൂമിക്കടിയിൽ സ്വർണം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറയുന്നത് നേരാണോ? കൊല്ലത്തിലൊരു പ്രത്യേക ദിവസം, അതായത് കഴിഞ്ഞ രാത്രി, ദുർദേവതകളെല്ലാം ഭൂമിയിൽ ഇറങ്ങി വരുമെന്നും അന്ന് നിധി സൂക്ഷിച്ചിട്ടുള്ള ഇടങ്ങളിൽ ഒരു നീലപ്രകാശം കാണുമെന്നും പൊതുവെ വിശ്വാസമുണ്ടെന്നും പ്രഭു സമ്മതിച്ചു. കഴിഞ്ഞ രാത്രി നിങ്ങൾ സഞ്ചരിച്ച പാതയോരത്ത് നിധിയുണ്ടെന്ന കാര്യത്തിൽ ഒട്ടും സംശയമില്ല. കാരണം സാക്സൺ വംശജരും തുർക്കികളും തമ്മിൽ നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന യുദ്ധം നടന്ന സ്ഥലമാണത്. ദേശാഭിമാനികളോ ആക്രമണകാരികളോ ആയ ഭടന്മാരുടെ രക്തം വീണ് കുതിർന്ന മണ്ണ്. വളരെ പണ്ട് ആസ്ട്രേലിയൻ ഹംഗറിയിലും നിന്ന് വന്ന ആക്രമണകാരികളെ നേരിടാൻ ആബാലവൃത്തം ആൺപെൺ ഭേദമില്ലാതെ മുന്നോട്ട് വന്നു. വിദേശികൾ ജയിച്ചെങ്കിലും വിലപിടിപ്പുള്ള ഒരു വസ്തുവും അവർക്ക് ഇവിടെ നിന്ന് കിട്ടിയില്ല. എല്ലാം മണ്ണിനടിയിൽ ഒളിച്ചു വെക്കപ്പെട്ടിരുന്നു. നേരത്തെ സൂചിപ്പിച്ച അടയാളം വെച്ച് അതെല്ലാം പുറത്തെടുത്തുകൂടായിരുന്നോ? ഞാൻ ചോദിച്ചു. അപ്പോൾ മോണ പുറത്തു കാട്ടി കോർത്ത അണപ്പല്ലുകൾ പ്രദർശിപ്പിച്ച് പ്രഭു ചിരിച്ചു. ഇവിടുത്തെ ഗ്രാമീണരുണ്ടല്ലോ, വെറും വിഡ്ഢികളും ഭീരുക്കളുമാണ്. നീല വെളിച്ചം ഒരു രാത്രി ഒരിക്കൽ മാത്രമേ കാണാനാകൂ. അന്ന് രാത്രി ഒരാളും വീടിന് പുറത്തിറങ്ങുകയില്ല. അബദ്ധത്തിൽ ആരെങ്കിലും പുറത്തിറങ്ങിയാൽ തന്നെ എന്താണ് ചെയ്യേണ്ടതെന്ന് അവർക്കൊട്ടറിഞ്ഞും കൂടാ. ഇന്നലെ അടയാളം വെച്ചെന്ന് പറഞ്ഞയാൾക്ക് ഇന്ന് പകൽ വെളിച്ചത്തിൽ ആ സ്ഥലം തിരിച്ചറിയാൻ പറ്റുകയില്ല. നിങ്ങൾക്ക് പോലും അത് സാധ്യമാവുകയില്ലെന്ന് ഞാൻ ആണയിടാം. അത് ശരിയാണ്, ഞാൻ സമ്മതിക്കുന്നു. ഞാൻ തുടർന്നു ഞങ്ങളുടെ സംഭാഷണം മറ്റു വിഷയങ്ങളിലേക്ക് കടന്നു. ഇനി എനിക്ക് വേണ്ടി നിങ്ങൾ ലണ്ടനിൽ നിന്നും വാങ്ങിയ കെട്ടിടത്തിന്റെ വിശേഷങ്ങൾ കേൾക്കട്ടെ, പ്രഭു പറഞ്ഞു. ബന്ധപ്പെട്ട രേഖകൾ പെട്ടിയിൽ നിന്ന് എടുക്കാൻ ഞാൻ കിടക്കറയിലേക്ക് പോയി. കടലാസുകൾ പെറുക്കിയെടുക്കുന്നതിനിടയിൽ ഡൈനിങ് ഹാളിൽ പാത്രങ്ങൾ അടുക്കി വെക്കുന്നതിന്റെ ശബ്ദം ഞാൻ കേട്ടു. വായനമുറിയിലേക്ക് മടങ്ങുമ്പോൾ അവിടേക്ക് എത്തി നോക്കി. ഊണുമേശ നന്നായി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അവിടെ വിളക്ക് കത്തുന്നു. വായനമുറിയിലും വിളക്ക് കത്തിച്ചിട്ടുണ്ട്. പ്രഭു സോഫയിൽ കിടന്ന് ഇംഗ്ലണ്ടിലെ റെയിൽവേ ഗൈഡ് വായിക്കുന്നു. ഞാൻ വസ്തുവിന്റെ പ്ലാനും പ്രമാണങ്ങളും പ്രഭുവിനെ കാണിച്ചു. വിശദാംശങ്ങൾ അറിയാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്നു. ഓരോന്നിനെക്കുറിച്ചും നിരവധി സംശയങ്ങൾ അദ്ദേഹം ഉന്നയിച്ചു. കെട്ടിടത്തിന്റെ പരിസരത്തെപ്പറ്റി വിശദമായി ആരാഞ്ഞു. ആ വിവരങ്ങളെല്ലാം എന്നേക്കായി കൂടുതലായി അദ്ദേഹത്തിന് അറിയാമെന്ന് ഞാൻ മനസ്സിലാക്കി. ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചപ്പോൾ പ്രഭു പറഞ്ഞു, അതെന്റെ ആവശ്യമല്ലേ ചങ്ങാതി, ഞാൻ ഒറ്റയ്ക്കല്ലേ അങ്ങോട്ട് പോകേണ്ടത്. അപ്പോഴെന്നെ സഹായിക്കാൻ എന്റെ സ്നേഹിതൻ ജോനാഥൻ ഹാക്കർ അടുത്തുണ്ടാവുകയില്ലല്ലോ. അദ്ദേഹം അങ്ങ് മൈലുകൾക്കകലെ എന്റെ മറ്റൊരു സുഹൃത്ത് പീറ്റർ ഹോക്കിൻസിനോടൊപ്പം മറ്റേതെങ്കിലും നിയമപ്രശ്നത്തിൽ കുരുക്കഴിക്കാൻ ശ്രമിക്കുകയായിരിക്കുമല്ലോ. വസ്തുവിന്റെ വിലയാധാരത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും ഞങ്ങൾ ചർച്ച ചെയ്തു. വസ്തുതകൾ പറഞ്ഞ് മനസ്സിലാക്കി. ആവശ്യമുള്ള കടലാസുകളിൽ പ്രഭുവിന്റെ കയ്യൊപ്പ് വാങ്ങി മിസ്റ്റർ ഹോക്കിൻസിന് അയക്കാനുള്ള ഒരു കത്തും എഴുതി. താൻ ആവശ്യപ്പെട്ട സ്ഥലത്ത് ഇങ്ങനെ ഒരു വസ്തു കണ്ടെത്തിയതെങ്ങനെയെന്ന് അദ്ദേഹം ചോദിച്ചു. അതിനു മറുപടിയായി ഞാൻ എഴുതിയിരുന്ന കുറിപ്പ് അദ്ദേഹത്തെ വായിച്ചു കേൾപ്പിച്ചു. പർഫ്ലീറ്റ് ഗ്രാമത്തിലെ ഇടറോഡിനോട് ചേർന്ന് വിൽപ്പനയ്ക്ക് എന്ന പഴയ ബോർഡ് വെച്ചിരുന്ന സ്ഥലം കക്ഷി ഉദ്ദേശിച്ചിരുന്ന ലക്ഷണങ്ങളെല്ലാമുള്ള ഒരു വസ്തുവായിരുന്നു. കൂറ്റൻ കരിങ്കൽ മതിലും ചിതലരിച്ച 4 മുഖങ്ങളുമുള്ള ഒരു കെട്ടിടം. 4 കെട്ട് എന്ന അന്വർത്ഥമായ പേരിൽ അതറിയപ്പെടുന്നു. 20 ഏക്കർ വിസ്തീർണമുള്ള പറമ്പിൽ അനേകം വൃക്ഷങ്ങളും ഒരു തടാകവുമുണ്ട്. തടാകത്തിലെ തെളിഞ്ഞ വെള്ളം കരകവിഞ്ഞ് പുഴയായി ഒഴുകുന്നു. അടിയിൽ ഉറവയുണ്ടെന്ന് നമുക്ക് ഊഹിക്കാം. കെട്ടിടത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ഒരു വശം വീതിയേറിയ കരിങ്കൽ ചുമരും ഉയരത്തിൽ കമ്പിയഴിയിട്ട ജനാലുകളുമാണ് ഉള്ളത്. അതിനോട് ചേർന്നാണ് പഴയ പള്ളി. എന്റെ ക്യാമറ കൊണ്ട് വിവിധ വശങ്ങളിൽ നിന്നുള്ള ഫോട്ടോകൾ ഞാൻ എടുത്തിട്ടുണ്ട്.
പിൽക്കാലത്ത് പലപ്പോഴായി കെട്ടിടത്തിന്റെ കൂട്ടിച്ചേർക്കലുകൾ നടത്തിയിട്ടുണ്ട്. മൊത്തത്തിലുള്ള വിസ്തീർണം ഊഹിക്കാനേ പറ്റൂ. തൊട്ടടുത്തുള്ള വളരെ കുറച്ച് വീടുകൾ മാത്രമേ അവിടെ ഉള്ളൂ. ഒന്ന് അടുത്ത കാലത്ത് പണിത ഒരു വലിയ കെട്ടിടം ഇപ്പോൾ സ്വകാര്യ ഭ്രാന്താശുപത്രിയായി ഉപയോഗിച്ചു പോരുന്നു. ഞാനത് വായിച്ചു നിർത്തിയപ്പോൾ പ്രഭു പറഞ്ഞു, കൊള്ളാം, പഴക്കം ചെന്ന കെട്ടിടമാണ് എനിക്കേറെ ഇഷ്ടം. പഴയ തറവാട്ടിലെ ഒരു അംഗമാണ് ഞാൻ. പുതിയ വീടുകളിൽ താമസിക്കാൻ എനിക്ക് വയ്യ. ഒരു കെട്ടിടം ഒരു ദിവസം കൊണ്ട് പാർപ്പിടമായി തീരുന്നില്ല. ഒരു നൂറ്റാണ്ടെന്നൊക്കെ പറയുന്നത് അത്ര ദീർഘിച്ച കാലയളവുമല്ല. തൊട്ടടുത്ത് തന്നെ പഴയൊരു പള്ളിയുള്ളതും ഒരു നല്ല കാര്യമാണ്. ഞങ്ങൾ ട്രാൻസിൽവേനിയൻ പ്രഭുക്കന്മാർ സാധാരണക്കാരുടെ സെമിത്തേരിൽ അന്ത്യനിദ്ര കൊള്ളാൻ ഇഷ്ടപ്പെടുന്നില്ല. ഇന്നത്തെ ചെറുപ്പക്കാരെ പോലെ ഉത്സവ ലഹരിയിൽ ആറാടുന്നതുമല്ല എന്റെ മനസ്സ്. സൂര്യപ്രകാശവും തെളിനീർ തടാകവും ഒന്നും എന്നെ മതിപ്പിക്കുകയില്ല. എനിക്ക് ചെറുപ്പമല്ല. എത്രയോ മരണങ്ങൾ കണ്ട എന്റെ മനസ്സ് ആഘോഷങ്ങൾക്ക് വഴങ്ങുകയില്ല. എന്റെ കോട്ടയിൽ വിള്ളലുകൾ വീണിരിക്കുന്നു. കാലത്തിന്റെ നിശ്വാസം തണുത്ത കാറ്റായി കടന്നുവരുന്നു. ഞാൻ നിഴലുകളെ സ്നേഹിക്കുന്നു. എന്റെ ചിന്തകളുമായി ഒരിടത്ത് ഒതുങ്ങിക്കഴിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടോ അദ്ദേഹത്തിന്റെ വാക്കുകളും മുഖഭാവവും തമ്മിൽ പൊരുത്തപ്പെടുന്നില്ലെന്ന് എനിക്ക് തോന്നി. ഒരുപക്ഷെ ആ ചിരിയുടെ ഒരു വൈകൃതമായിരിക്കാം അതിനൊരു പൈശാചിക ഭാവം കൈവരുത്തുന്നു എന്നതുകൊണ്ടും ആകാം. പൊടുന്നനെ ഒരു ക്ഷമാപണത്തോടെ അദ്ദേഹം എഴുന്നേറ്റു. കടലാസുകൾ അടുക്കി വെക്കാൻ എന്നോട് പറഞ്ഞിട്ട് അദ്ദേഹം പുറത്തേക്ക് പോയി. മേശപ്പുറത്ത് കിടന്ന പുസ്തകം എന്താണെന്ന് ഞാൻ വെറുതെ നോക്കി. ഒരു അറ്റ്ലസ് ആണത്. സ്വാഭാവികമായും ഇംഗ്ലണ്ടിന്റെ ഭൂപടമുള്ള ഭാഗമാണ് തുറന്നു വെച്ചിരിക്കുന്നത്. അതിൽ ചില അടയാളങ്ങൾ ഇട്ടിട്ടുണ്ട്. ഒന്ന് ലണ്ടന് കിഴക്ക് വശം പുതിയ വസ്തു വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആ സ്ഥലം തന്നെ. മറ്റു 2 സ്ഥലങ്ങൾ എക്സിറ്ററും യോർക്ക്ഷയർ തീരത്തെ വൈറ്റ്ബിയുമാണ്. 1 മണിക്കൂർ കഴിഞ്ഞു മടങ്ങി വന്ന പാടെ പ്രഭു ചോദിച്ചു, ഓഹോ, ഇപ്പോഴും വായന തന്നെയാണോ? കൊള്ളാം. പക്ഷേ ഇങ്ങനെ വിശ്രമമില്ലാതെ ആരോഗ്യം നോക്കാതെ പണിയെടുക്കരുത്. വരൂ, നിങ്ങളുടെ അത്താഴം തയ്യാറാണെന്ന് കേട്ടു. അദ്ദേഹം എന്റെ കൈക്ക് പിടിച്ച് അടുത്ത മുറിയിലേക്ക് കൊണ്ടുപോയി. മേശപ്പുറത്ത് സ്വാദിഷ്ടമായ വിഭവങ്ങൾ നിരത്തി വെച്ചിരുന്നു. വീട്ടിലേക്ക് വരുന്ന വഴി പുറത്തുനിന്നും താൻ ആഹാരം കഴിച്ചെന്ന് പറഞ്ഞ് ഇത്തവണയും പ്രഭു ഒഴിഞ്ഞു മാറി. എങ്കിലും എന്റെ ഭക്ഷണം കഴിയുന്നതുവരെ അടുത്ത് സംസാരിച്ചു കൊണ്ടേയിരുന്നു. അത് കഴിഞ്ഞ് ഞാനൊന്ന് പുകവലിച്ചു. തുടർന്ന് ഞങ്ങൾ രണ്ടുപേരും മണിക്കൂറുകളോളം സംഭാഷണത്തിലേർപ്പെട്ടു. ഈ ഭൂമുഖത്തുള്ള മിക്കവാറും എല്ലാ വിഷയങ്ങളെക്കുറിച്ചും അറിയാൻ അദ്ദേഹം താല്പര്യം പ്രകടിപ്പിച്ചു. നേരം ഒരുപാട് വൈകിയെങ്കിലും ആതിഥേയനോടുള്ള ബഹുമാനം കൊണ്ട് ഞാനത് സൂചിപ്പിച്ചില്ല. പകൽ വൈകുവോളം ഉറങ്ങിയതുകൊണ്ട് എനിക്ക് ഉറക്കം വന്നതുമില്ല. എങ്കിലും പുലർകാലത്തെ തണുപ്പ് വളരെ അസഹ്യമായി തോന്നി. ആസന്ന മരണരായവർ പൊതുവെ വെളുപ്പാൻകാലത്താണ് മരണത്തെ പുൽകുന്നതെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ സമയത്ത് പ്രകൃതിയിലുണ്ടാകുന്ന മാറ്റം നേരിട്ട് അനുഭവിക്കണമെങ്കിൽ ഉറങ്ങാതിരിക്കണം. പെട്ടെന്ന് പുലർക്കാല നിശബ്ദതയെ ഭഞ്ചിച്ചുകൊണ്ട് ഒരു കോഴി നീട്ടിക്കൂവി. ഡ്രാക്കുള പ്രഭു ചാടി എഴുന്നേറ്റ് പറഞ്ഞു, അയ്യോ, നേരം പുലർന്നു. ഇത്രയും നേരം നിങ്ങളെ പിടിച്ചിരുത്തിയത് തെറ്റായിപ്പോയി. ഇംഗ്ലണ്ടിനെ പറ്റിയുള്ള നിങ്ങളുടെ സരസമായ വർണ്ണന കേട്ട് സമയം പോയത് ഞാൻ അറിഞ്ഞില്ല. തല കുനിച്ച് വണങ്ങിയിട്ട് അദ്ദേഹം യാത്രയായി. ഞാൻ എന്റെ മുറിയിലേക്ക് തിരിച്ചുപോയി. ജനാല കർട്ടൻ വകഞ്ഞ് പുറത്തേക്ക് നോക്കി. സൂര്യോദയത്തിന്റെ സൂചനയായി ആകാശത്ത് അരുണാഭ പരക്കുന്നുണ്ട്. മറ്റൊന്നും കാണാനില്ല. ഞാൻ ജനാലയടച്ച് ഉറങ്ങാൻ കിടന്നു. കഥയുടെ അടുത്ത ഭാഗം കേൾക്കുന്നതിനായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി.